ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ആശാ സജി. 21 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ 8ാമത്തെ ദിവസത്തെ പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ 7 ദിവസത്തെ പ്രാക്ടീസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ ദിവസത്തെ പ്രാക്ടീസിൽ നമ്മൾ നമ്മുടെ ജോലിക്കും ജോലി സ്ഥലത്തിനും ഒക്കെ നന്ദി പറയാൻ പോവാണ്. നമ്മുടെ കരിയറിലോ ബിസിനസ്സിലോ ഒക്കെ മാറ്റങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള തൊഴിലിനോട് പൂർണ്ണമായിട്ടും നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ്. ഇനി പലരും ജോലി സ്ഥലത്തെ സമ്മർദ്ദങ്ങളെക്കുറിച്ചും ബോസിനെക്കുറിച്ചും ശമ്പള കുറവിനെക്കുറിച്ചും ഒക്കെ എപ്പോഴും പരാതി പറയാറുണ്ട്. എന്നാൽ ഓർക്കുക, ഇന്ന് നിങ്ങൾക്കുള്ള ഈ ജോലി അത് കിട്ടാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കരിയറിൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ഉയർച്ച വരണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയെ ആദ്യം സ്നേഹിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന് നിങ്ങൾ നന്ദി പറയണം. നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നടത്താൻ, ആഗ്രഹിച്ച വസ്ത്രം വാങ്ങാൻ, ഭക്ഷണം വാങ്ങാൻ ഈ ജോലിയിലൂടെ നിങ്ങളുടെ കയ്യിൽ പണം എത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ സാമ്പത്തിക ഭദ്രത നൽകുന്നതിന് തൊഴിലിനോടിന്ന് മനസ്സറിഞ്ഞു നന്ദി പറയുക. ഇനി നിങ്ങളുടെ കഴിവിനും അതുപോലെ തന്നെ നിങ്ങളുടെ പദവിക്കുമൊക്കെ നന്ദി പറയുക. ഈ ജോലി ചെയ്യാൻ മാത്രമുള്ള ഒരു അറിവും മിടുക്കും ഒക്കെ നിങ്ങൾക്കുണ്ടല്ലോ. ആ കഴിവിനെ ഓർത്തിട്ട് നിങ്ങൾക്ക് അഭിമാനം തോന്നണം. സൊസൈറ്റിയിൽ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റിയും പദവിയും ഒക്കെ തന്നത് ഈ ഒരു തൊഴിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവിന് നിങ്ങൾ നന്ദി പറയുക. ഇനി നിങ്ങളുടെ ജോലി സ്ഥലത്തെ സൗകര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അത് നിങ്ങൾക്കിരിക്കാൻ തന്ന കസേര, കമ്പ്യൂട്ടർ, ഫാന്, AC ഇവയൊക്കെ നിങ്ങളുടെ ജോലി സുഗമമാക്കാൻ സഹായിക്കുന്നവയാണ്. അതുപോലെ നിങ്ങളുടെ ജോലി എളുപ്പമാക്കുന്ന സഹപ്രവർത്തകരെ ഇന്ന് ഓർക്കുക, അവർക്കും നന്ദി പറയുക. ഇനി വരാനിരിക്കുന്ന വലിയ വളർച്ചയ്ക്ക് നന്ദി പറയുക. ഇനി നിങ്ങളുടെ കരിയറിലേക്ക് വരാനിരിക്കുന്ന പ്രമോഷനും അതുപോലെ തന്നെ ശമ്പള വർധനവ്, പുതിയ ബിസിനസ് അവസരങ്ങൾക്കൊക്കെ മുൻകൂറായിട്ട് നിങ്ങൾ പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറയുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്ഥലത്ത് ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയുക, എനിക്ക് മാന്യമായ ജീവിതവും വരുമാനവും നൽകുന്ന എൻ്റെ തൊഴിലിനോട് ഞാൻ ഇന്ന് പൂർണ്ണ മനസ്സോടുകൂടി നന്ദി പറയുന്നു. എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഞാൻ വിലമതിക്കുന്നു. എൻ്റെ ജോലി സ്ഥലത്തെ എല്ലാ സൗകര്യങ്ങൾക്കും സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ എൻ്റെ കരിയറിൽ ദിവസവും വളരുകയാണെന്നും വലിയ അഭിവൃദ്ധി എന്നെ തേടിയെത്തുകയാണെന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോട് ഒരു പ്രത്യേക ബഹുമാനവും പോസിറ്റീവ് എനർജിയും ഒക്കെ തോന്നിത്തുടങ്ങും. അപ്പോൾ ഇന്ന് ജോലിക്ക് പോകുമ്പോൾ ഒരു പുതിയ ആവേശത്തോടു കൂടി പോകാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം.